ഓണം എന്നുള്ളത് ദേശീയ ഉത്സവമാണ്. അതുപോലെ തന്നെയാണ് ഓണനാളുകൾ എന്ന് പറയുന്നത് പൂക്കളുടെ ദിനങ്ങൾ കൂടിയാണ്. ഓണത്തിന് കേരളത്തിലെ വീട്ടുമുറ്റങ്ങളും ഓഫീസുകളും എല്ലാം ഓണപ്പൂക്കളങ്ങൾ ഒരുക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോക്കറ്റ് നിറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിലല്ല, മറിച്ച് തമിഴ്നാട്ടിലെ ഈ പൂക്കൾ വ്യാപാരികളിലാണ് എപ്പോഴും പോക്കറ്റുകൾ നിറയുന്നത്. പ്രത്യേകിച്ചും കോടിക്കണക്കിന് രൂപയാണ് പൂക്കളുടെ ബിസിനസ്സുകൾ തമിഴ്നാട്ടിൽ നടക്കുന്നതും. നമ്മുടെ നാട് ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന നിമിഷം തൊട്ട് തന്നെ അതിന് മുന്നേ തന്നെ എപ്പോഴും തമിഴ്നാട്ടിലുള്ള അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് വാർത്തകൾ. തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ പൂക്കൾ വിരിയുമ്പോൾ കേരളം അവിടേക്ക് പാഞ്ഞെത്തും, അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിനങ്ങളിൽ. തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ ഈ ഒരു പൂക്കളുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ പൂക്കളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് ഏതാണ്ട് 50 കോടിയോളം, ഈ 10 ദിവസം 50 കോടിയോളം വിലമതിക്കുന്ന ബിസിനസ്സാണ് തമിഴ്നാട്ടിൽ നടക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലും പൂക്കൃഷി വ്യാപകമായതോടെ ചിലപ്പോഴെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പൂക്കളുടെ ഒഴുക്കിൽ ഒരല്പം കുറവുണ്ടായിട്ടുണ്ടാകും. നമുക്ക് ഏറെ അടുത്തുള്ള തോവാള മാർക്കറ്റിലേക്ക് ഒന്ന് പോവാം. തോവാള മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകൾ നടക്കുന്നതും. തമിഴ്നാട്ടിലെ വിവിധ കൃഷിയിടങ്ങളിൽ നിന്നും മറ്റ് മാർക്കറ്റുകളിൽ നിന്നും തോവാളയിലേക്കാണ് പൂക്കൾ ഒഴുകിയെത്തുന്നത്. മുല്ലപ്പൂവാണ് ഇവിടെയുള്ള ഏറ്റവും, അല്ലെങ്കിൽ ഈ തോവാള എന്ന് പറയുന്ന മാർക്കറ്റ് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുല്ലപ്പൂവാണ്. തോവാളയിലും സമീപ പ്രദേശങ്ങളായ ചെമ്പകരാമൻ പുത്തൂർ, കുമാരപുരം, പഴവൂർ, പണക്കുടി എന്നിവിടങ്ങളിലാണ് മുല്ല പിച്ചി കൃഷിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃഷി നടക്കുന്നത്. സേലം, മധുര, ഗിണ്ടിഗലിലെ നിലക്കോട്ട, ഒസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് റോസ്, മുല്ല എന്നിവ വരുന്നത്. അത്തം തൊട്ട് തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ തോവാള എന്ന് പറയുന്ന മാർക്കറ്റ് ജനലക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അത്ര തന്നെ പൂക്കളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50 കോടിയോളം രൂപയുടെ ബിസിനസ് നടക്കുമെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. ഇക്കുറി അത്തത്തിന്റെ തലേന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ പേർ തോവാളയിൽ പൂവാങ്ങാൻ എത്തിയിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. വിനായക ചതുർത്ഥി അറിയാം, ഓണം ആഘോഷത്തോടനുബന്ധിച്ച് തന്നെ വിനായക ചതുർത്ഥി എന്ന് പറയുന്നതും മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. ഈ ദിവസങ്ങളിലും അതുപോലെ തന്നെ ചിങ്ങമാസം എന്ന് പറയുന്നത് നമുക്കറിയാം, പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് ഐശ്വര്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഐശ്വര്യമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ നടക്കുന്ന, പ്രത്യേകിച്ചും വിവാഹങ്ങൾ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും തമിഴ്നാട് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് മുന്നോട്ട്, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ബിസിനസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 7 ഞായറാഴ്ചയും പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു കഴിഞ്ഞ ദിനത്തിലും. കാരണം ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയ സെപ്റ്റംബർ 7-ാം തീയതി. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ പൂ വാങ്ങിക്കുവാൻ വേണ്ടി തോവാള മാർക്കറ്റിലെത്തിയ ആൾക്കാർ ലക്ഷക്കണക്കിനാണെന്നാണ് പറയപ്പെടുന്നത്. ഇക്കുറി മേടം മാസങ്ങളിൽ പൂക്കൾക്ക് ഉയർന്ന വിലയായിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഉൽപാദനം കുറഞ്ഞതിനെ തുടർന്ന് പൂക്കളുടെ വരവ് കുറവായിരുന്നു. ഉൽപാദനം കൂടിയതിനാൽ ധാരാളം പൂക്കൾ മാർക്കറ്റിൽ എത്താറുണ്ടെന്നും ആയതിനാൽ വിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു എന്നുള്ളത് മറ്റൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം മുല്ലയ്ക്ക് കിലോ 700 രൂപയായിരുന്നു. പിച്ചിയുടെ വില 400-ഉം ജമന്തിയുടെ വില 160 മുതൽ 180 രൂപ വരെ. അതുപോലെ തന്നെ മിൽക്ക് വൈറ്റ് ജമന്തി 250, പനീർ റോസ് 90, ചെറിയ റോസ് 250, വെള്ള അരളി 480, റോസ് 200, ട്യൂബ് റോസ് 300, തുളസി 30, വാടാമല്ലി 40, കൊഴുന്ന് 120, താമര 1-ന് 3 രൂപ. ഇങ്ങനെയൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ വില നിലവാരം, പൂക്കളുടെ വിലയുടെ നിലവാരം എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ആഘോഷമുണ്ടെങ്കിലും പ്രത്യേകിച്ചും ഓണക്കാലഘട്ടത്തിൽ എത്ര വേദനയുണ്ടെങ്കിലും അത്തം തൊട്ട് തിരുവോണ നാളിൽ വരെ മലയാളികൾ പൂക്കൾ അല്ലെങ്കിൽ പൂക്കളം ഒരുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ മലയാളികളുടെ ദേശീയ ആഘോഷമാണ് ഓണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ളവർ ശരിക്കും അതിനെ മുതലെടുത്തുകൊണ്ടുള്ള ബിസിനസ് നടത്തുന്നു, പൂക്കളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് നടത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50 കോടിയിലധികം ബിസിനസ്സാണ് അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിനങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ പൂക്കളുമായി ബന്ധപ്പെട്ടുള്ള കാർഷിക അല്ലെങ്കിൽ പൂ കൃഷി നടക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും ഈ തോവാള മാർക്കറ്റ് പോലുള്ള മാർക്കറ്റിൽ നിന്നും പൂക്കൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്.
സ്ഥലങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന കാര്യം മട്ടുപ്പാവിൽ, വീടിൻ്റെ മട്ടുപ്പാവിലൊക്കെ ജമന്തി പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള പൂക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൃഷി, അങ്ങനെ ഒരു സ്റ്റൈൽ, ഒരു കൃഷിയുടെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടി മലയാളികൾ മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയുന്നതും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും എന്ത് സാധനങ്ങൾക്കും അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന മലയാളികൾ, പ്രത്യേകിച്ചും ഈ ഒരു ഓണ ആഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂവുമായി ബന്ധപ്പെട്ട് ഇനിയെങ്കിലും ചിലപ്പോഴെങ്കിലും മറ്റ് സംസ്ഥാനത്തെ ആശ്രയിക്കാതെ അതിനു വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൂക്കൃഷി കൃത്യമായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ പൂ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്തായാലും എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ ഓണം സൂപ്പറായിരിക്കും, പൊടി പൊടിക്കും എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.